സാർ, ദിലീപ് കേസിൽ നിരപരാധിയാണെന്ന് വ്യക്തമായിട്ടുണ്ട്. കേസിൽ മറ്റു പ്രതികൾക്കുള്ള ശിക്ഷ വിധിക്കാനിരിക്കുന്നു. പക്ഷേ ഈ ദിലീപ് നിരപരാധിയാണെന്ന് കോടതി കണ്ടെത്തണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടാവില്ലേ? അതിനെക്കുറിച്ച് എന്തെങ്കിലും സൂചനകൾ പുറത്തു വരുന്നുണ്ടോ? ഞാൻ അതിൻ്റെ കാരണം പറയാം. വിധിയിൽ നിന്നല്ല, ഞാൻ ആർഗ്യുമെന്റ് നോട്ടിൽ നിന്നാണ് പറയാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോടതിയിൽ ആർഗ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കുറിപ്പുകൾ തയ്യാറാക്കുമല്ലോ വക്കീൽമാരുടെ സംഘം. അവര് പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ നോക്കിയിട്ട് ആ തെളിവുകൾ പൊളിക്കാനാണല്ലോ നോക്കുക. അപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള ആർഗ്യുമെന്റ് നോട്ടിൽ ഒരു പ്രധാനപ്പെട്ട വസ്തുതയുണ്ട്. ആ വസ്തുതയാണ് പറയാൻ പോകുന്നത്. ആർഗ്യുമെന്റ് നോട്ടിൽ ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത് 2-3 വാചകം. അത് നമുക്ക് അത് വായിച്ചിട്ട് അത് മലയാളത്തിൽ പറയാം. ഇൻ ഓൾ പ്രോബബിലിറ്റി ദിസ് മെമ്മറി കാർഡ് ഈസ് ദ one kept inside a purse placed in a plastic cover which he entrusted to PW20. ഈ വാചകം മാത്രം മലയാളത്തിൽ പറയട്ടെ. ഈ മെമ്മറി കാർഡാണ് A1, അതായത് പൾസർ സുനി, അക്യൂസ്ഡ് നമ്പർ 1. ഈ മെമ്മറി കാർഡാണ് പൾസർ സുനി ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ അകത്തെ പേഴ്സിൽ സൂക്ഷിച്ചിരുന്നത്. ആ മെമ്മറി കാർഡ് പിന്നീട് അദ്ദേഹം PW20 പ്രോസിക്യൂഷൻ വിറ്റ്നസ് 20 ഏൽപ്പിച്ചു. പ്രോസിക്യൂഷൻ വിറ്റ്നസ് 20 എന്ന് പറയുന്നത് ആലുവയിലെ ആ അഭിഭാഷകൻ. പൾസർ സുനി ഈ കൃത്യം ചെയ്ത ശേഷം മെമ്മറി കാർഡ് 3 പേർക്ക്, ഒരെണ്ണം അദ്ദേഹത്തിന് സൂക്ഷിക്കാനും വേറെ 2 പേർക്ക്, ഒരെണ്ണം മാഡത്തിന് കൊടുത്തു, ഒരെണ്ണം വക്കീലിന് കൊടുത്തു. ഇതാണല്ലോ കേസ്. അപ്പൊ ആ വക്കീലിന് കൊടുക്കുമ്പോൾ എന്തു വന്നാലും ഇത് പുറത്തു പോകരുത് എന്ന് പറഞ്ഞിട്ടാണ് ആ മെമ്മറി കാർഡ് വക്കീലിനെ കൊണ്ട് ഏൽപ്പിക്കുന്നത്. പക്ഷെ കേസൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ വക്കീൽ എന്ത് ചെയ്തു? വക്കീൽ ഇത് പോലീസിനെ ഏൽപ്പിച്ചു. കാരണം വക്കീല് ഇതിൻ്റെ അകത്ത് പിന്നീട് ഒരു പ്രശ്നം വക്കീലിനുണ്ടാകരുത് എന്നുള്ളത് കൊണ്ട് വക്കീൽ ഏൽപ്പിച്ചു. ആ വക്കീലാണ് പ്രോസിക്യൂഷൻ വിറ്റ്നസ് 20. ഈ വാചകങ്ങൾ മനസ്സിലായല്ലോ അല്ലേ? മെമ്മറി കാർഡ് ഒരു പ്ലാസ്റ്റിക് കവറിലിട്ട് ഇയാൾ സൂക്ഷിച്ചിരുന്നു. അത് പ്രോസിക്യൂഷൻ സാക്ഷിയായ 20 ആ 20ാം നമ്പർ സാക്ഷിയെ ഏൽപ്പിച്ചു. PW20, അതായത് ആ വക്കീൽ PW20 later produced the memory card before the court from where the investigating officer collected it. ഈ അഭിഭാഷകൻ ഇത് കോടതിയെ ഏൽപ്പിച്ചു. കോടതിയിൽ നിന്ന് പോലീസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഇത് വാങ്ങി. ദ മെമ്മറി കാർഡ്, അടുത്ത വാചകമാണ് പ്രധാനപ്പെട്ട വസ്തുത. The memory card contained not only the visuals of the sexual assault on PW1 but also other videos of sexual acts involving women who are known to be close to A1. The memory card contained not only the visuals of the sexual assault on PW1, prosecution witness 1, അതിജീവിതയ്ക്ക് നേരെയുള്ള ലൈംഗിക ആക്രമണം മാത്രമല്ല മെമ്മറി കാർഡിൽ ഉണ്ടായിരുന്നത്, ബട്ട് ഓൾസോ അതർ വീഡിയോസ് ഓഫ് ദി sexual acts involving women who are known to be close to A1. പൾസർ സുനി A1, പൾസർ സുനിക്ക് പരിചയമുള്ള സ്ത്രീകളുമായിട്ടുള്ള മറ്റ് വീഴ്ചകളും എല്ലാം മെമ്മറി കാർഡിൽ ഉണ്ടായിരുന്നു. മറ്റ് ദൃശ്യങ്ങളും മെമ്മറി കാർഡിൽ ഉണ്ടായിരുന്നു. അത്രയും വ്യക്തമല്ലേ? അതെ അതെ. ഇനി ഫോറൻസിക് അനാലിസിസ് നടന്നു. ഈ ആർഗ്യുമെന്റ് നോട്ടിൽ പറയുകയാണ്, ഫോറൻസിക് അനാലിസിസ് നടന്ന ശേഷം അതിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് മെമ്മറി കാർഡ്, അത് കഴിഞ്ഞ് ഇതിൻ്റെ ഫോറൻസിക് അനാലിസിസ് നടന്നു. ഫോറൻസിക് അനാലിസിസിൽ പറയാണ് ഈ വീഡിയോകൾ ഫോൾഡറുകളിലാക്കി സൂക്ഷിച്ചിരുന്നു പൾസർ സുനി. ആ ഫോൾഡറുകളിൽ ഡിയർ എന്ന് പേരിടുന്ന, നമ്മൾ ഫോൾഡറുകൾ ഉണ്ടാക്കുമ്പോൾ പേരിടുമല്ലോ, ഡിയർ എന്ന് പറഞ്ഞ ഫോൾഡറിലാണ്
ഈ മറ്റ് സ്ത്രീകളുമായിട്ടുള്ള ലൈംഗിക വീഴ്ചകളുടെ ദൃശ്യങ്ങൾ സൂക്ഷിച്ചിരുന്നത്. അതിജീവിതയുമായിട്ടുള്ള അതിജീവിതയ്ക്ക് നേരെയുള്ള ആക്രമണം ഉണ്ടല്ലോ, അതിൻ്റെ ദൃശ്യം മൈ എന്ന് പറഞ്ഞ ഫോൾഡറിലാണ് സൂക്ഷിച്ചിരുന്നത്. 2 ഫോൾഡറായിരുന്നു. 2 ഫോൾഡർ. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്നത് എന്താന്ന് വെച്ചാൽ, ഈ പൾസർ സുനി ഒരു ഹാബിച്വൽ ഒഫൻഡറാണ്. അയാൾ ആദ്യമായി നടത്തിയ ആക്രമണം അല്ല ഇത്. വേറെയും ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് പൾസർ സുനി. അതുകൊണ്ട് പൾസർ സുനിക്ക് ഇത് ചെയ്യാൻ ആരുടെയും കൊട്ടേഷൻ്റെ ആവശ്യമില്ല. തെറ്റല്ലേ? അതെ. അപ്പോൾ ഈ സമാന മേഖലയിലുള്ളവരും ഉപദ്രവിക്കപ്പെട്ടു എന്നല്ലേ സാർ പറഞ്ഞതിൻ്റെ അർത്ഥം? അതാണ്. അങ്ങനെയാണെങ്കിൽ പൾസർ സുനി ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള ചില പ്രവൃത്തികൾ ചെയ്യുകയും മറ്റു പലരും അത് മിണ്ടാതിരിക്കുകയും ചെയ്തു എന്നുകൂടെ അർത്ഥം വരുന്നില്ല? അതാണ് എൻ്റെ അർത്ഥം. അപ്പോൾ അതിനെപ്പറ്റി സിനിമാ രംഗത്തുള്ള പല ആളുകൾക്കും അത്യാവശ്യം ധാരണയും ഉണ്ടായിട്ടുണ്ട്. അതാണ് സിനിമാ രംഗത്തുള്ളവര് ദിലീപ് നിരപരാധിയാണ് എന്ന് ഉറച്ചു പറയുന്നത് പല ആളുകളും. സാർ, അപ്പോൾ ഇങ്ങനെ ക്രൂരത ചെയ്ത ഒരാൾ ഈ സിനിമാ നടിയുടെ ഡ്രൈവറായിട്ട് പ്രവർത്തിച്ചു. അപ്പോൾ ഇത്തരത്തിൽ സ്വഭാവ ദൂഷ്യമുള്ള ഒരാൾ എങ്ങനെയാണ് പിന്നീട് സിനിമാ മേഖലയിൽ ഉറച്ചു നിൽക്കാൻ പറ്റുന്നത്? ഇതിങ്ങനെ ഡ്രൈവറായിട്ടൊക്കെ പോകാന്ന് പറഞ്ഞാൽ അത്രയും വിശ്വാസമുള്ള ഒരാളുടെ കൂടെ അല്ലേ ഒരു നടിയൊക്കെ ഒറ്റയ്ക്ക് പോകുന്നത്? അപ്പോൾ അതിനകത്ത് ആരുടെയെങ്കിലും പരോക്ഷമായ സഹായങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു സൂചന കൂടി വരുന്നില്ലേ സിനിമാ മേഖലയിൽ നിന്ന് പോലും? അത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് വേറെ ഇപ്പോൾ മാഡം ഈ സംഭവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്താണ്? മാഡം എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഉണ്ട്. ഈ മാഡം ആരാണെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞിട്ടില്ല. അങ്ങോട്ട് പ്രോസിക്യൂഷന്റെ അന്വേഷണം പോയിട്ടുണ്ടോ? ഇതുവരെ അതിനെക്കുറിച്ച് വ്യക്തതയില്ല. അപ്പോൾ ഇതിൻ്റെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വേറെന്തോ ഉണ്ട് എന്ന് വേണം കരുതാൻ. ഒരുപക്ഷെ നമുക്കത് അറിയാമായിരിക്കും, പക്ഷെ നമുക്ക് പറയാവുന്ന ഘട്ടമൊന്നും ആയിട്ടില്ലല്ലോ. അതെ. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് അന്വേഷിച്ചില്ല. പ്രോസിക്യൂഷൻ ഈ മെമ്മറി കാർഡിൽ വേറെ ദൃശ്യങ്ങളുണ്ട് എന്നുള്ളത് പ്രോസിക്യൂഷന് അറിയാമല്ലോ, പോലീസിനും അറിയാമല്ലോ. അതെ. അങ്ങനെയാണെങ്കിൽ അങ്ങനൊരു മെമ്മറി കാർഡ് വെച്ചിട്ട് ദിലീപ് കൊടുത്തതാണ് കൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദുർബലമായ വാദമല്ലേ? അത് കോടതി നിലനിൽക്കില്ല. അത് പൊളിഞ്ഞു പോവില്ലേ? അത് അതെ അല്ലേ? അതെ. വരാന്തയിൽ പോലും നിൽക്കുന്ന കാര്യമല്ല. മെമ്മറി കാർഡ് കിട്ടി, അത് ഒരു ഭാഗ്യമോ നിർഭാഗ്യമോ ഒക്കെയാണ്. മെമ്മറി കാർഡ് കിട്ടി. എന്തുകൊണ്ട്? ആ വക്കീലിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. മറ്റേ ദിലീപിന്റെ ഫോൺ ഫോർമാറ്റ് ചെയ്യുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേറെയൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഈ കിട്ടിക്കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് വേറെ ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ദൃശ്യങ്ങളിലുള്ള ആളുകളെ സാക്ഷികളാക്കി കൂടെ അല്ലേ? അതെ. പൾസർ സുനി വേറെ ആളുകളിലും ഇരകളില്ലേ ഇതില്? ഉണ്ട്. അതല്ലേ നമ്മളിപ്പോ പറഞ്ഞത്. അതെ. അനാലിസിസിലും ഫോറൻസിക് അനാലിസിസിലും കണ്ടിട്ടുള്ള ആളോ? അവരെ ചോദ്യം ചെയ്തിട്ടുണ്ടോ? അവരെ ഹാജരാക്കിയിട്ടുണ്ടോ സാക്ഷികളായിട്ട്? അവരെ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ സാക്ഷികളായിട്ട് ഹാജരാക്കിയാൽ എന്ത് സംഭവിക്കും? പൾസർ സുനി മുമ്പും ഇത് ചെയ്തിട്ടുണ്ട് എന്ന് വരും. കേസ് അതീവ ദുർബലമാവും. അതുകൊണ്ടല്ലേ പോലീസ് അത് ചെയ്യാതിരുന്നത്? പോലീസിന് അറിയാഞ്ഞിട്ടാണോ? അല്ല. മെമ്മറി കാർഡ് പോലീസ് കണ്ടതല്ലേ? സാർ, ഇനി ഒരു സംശയം എന്ന് ചോദിക്കുന്നത്, ഇതിനകത്ത് ബന്ധമില്ലാത്ത മറ്റു ചില കഥ പ്രചരിക്കുന്നു. അതായത് ഈ സിനിമാ നടി, അതായത് അതിജീവിത ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് മറ്റൊരാളുടെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഈ അതിക്രമം ഉണ്ടാകുന്നത് പറയുന്നത്. പക്ഷേ ഈ അതിജീവിത സ്വന്തം വീട്ടിൽ നിന്ന് മറ്റൊരു നടിയെ കാണാനായിട്ട് പോകുന്നു. ആ പോകാൻ കാർ അയച്ചു കൊടുത്തത് മലയാള സിനിമയിലെ ഒരു നിർമ്മാതാവും നടനും ഒക്കെ ഒരാളാണ്. അയാളുമായി ബന്ധപ്പെട്ട ഒരു സിനിമയുടെ ലൊക്കേഷനിൽ ഈ നടി പ്രവർത്തിക്കുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിക്ക്, ഈ പറയുന്ന അതിജീവിതയ്ക്ക് ചെല്ലാൻ ഉദ്ദേശിച്ച വീട്ടിലെ നടിക്ക്, ഇവർക്കല്ലേ ഈ കാര്യങ്ങൾ അറിയാൻ പറ്റൂ? അങ്ങനെയുള്ള സംഭവം എങ്ങനെയാണ് ഈ പൾസർ സുനിയിലേക്ക് എത്തുന്നത്? ഇതും ഒരു സംശയം. ആ ഭാഗം അധികം ഞാൻ ഇപ്പൊ പറയുന്നില്ല. പക്ഷെ അതിനെ സംബന്ധിച്ച് അതിജീവിത പറയുന്നതും ആ നിർമ്മാതാവ് പറയുന്നതും രണ്ട് കഥയല്ലേ? അതെ, രണ്ട് കഥയാ. അതിജീവിത പറയുന്നത് അവരുടെ ഈ നിർമ്മാതാവുമായി ബന്ധപ്പെട്ട നിർമ്മാതാവിന്റെ മകൻ ഷൂട്ട് ചെയ്ത ഒരു സിനിമയുടെ 2ാം ഭാഗം ഗോവയിൽ, അതിലെ ഒരു ഡബ്ബിങ് കഴിഞ്ഞിട്ട് ഡബ്ബിങ്ങിന് വേണ്ടി ഈ സ്റ്റുഡിയോയിൽ വന്നു എന്നല്ലേ അതിജീവിത പറഞ്ഞത്.
അതിനു വേണ്ടി കാറയച്ച് ആ. കൊടുത്താണെന്നല്ലേ പറഞ്ഞത്. ആ. ഈ നിർമ്മാതാവ് പറയുന്നത് എന്താണ്? അവർക്ക് രമ്യ നമ്പീശനെ കാണാൻ പോകേണ്ടിയിരുന്നു, അവിടെ താമസിക്കാൻ അന്ന് പോകേണ്ടിയിരുന്നു. അതിനു വേണ്ടിയാണ് ഞാൻ കാർ അയച്ചു കൊടുത്തതെന്നല്ലേ നിർമ്മാതാവ് പറഞ്ഞത്. അതെ, രണ്ടും രണ്ട് കഥ, പരസ്പര വിരുദ്ധമാണ്. അപ്പോൾ ഒരുപാട് ദുരൂഹതയും ഈ പരസ്പര വിരുദ്ധമായ മൊഴികളൊക്കെ ഉണ്ട്. എന്തായാലും അതിന്റെ ഔദ്യോഗികമായ ഈ പറയുന്ന അപ്ലോഡ് ഇനി നടക്കട്ടെ അല്ലേ, അതിനുശേഷം ഈ സാറ് പറയുന്ന പോലെ കാര്യമാണ്. പക്ഷെ എന്തായാലും ദിലീപ് എന്തുകൊണ്ടാണ് നിരപരാധിയായി മാറിയതെന്ന് ഈ പറയുന്ന സാഹചര്യ തെളിവുകൾ അതുപോലെ തന്നെ ഈ വാദങ്ങളൊക്കെ തന്നെ മതിയാവും. അതായിരിക്കും ഇപ്പോൾ സാറ് ഉദ്ദേശിച്ചല്ലേ. ശരിക്കും ഇതുകൊണ്ട് ആണ് ദിലീപിനെ സ്വതന്ത്രനാക്കണം, അല്ലെ ദിലീപ് കുറ്റവിമുക്തരാകണമെന്ന് സിനിമാ മേഖലയിലുള്ളവരും ഉറച്ചു പറഞ്ഞത്. ആ പല ആളുകൾക്കും പൾസർ സുനിയുടെ ഭൂതകാലം അറിയാം. അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യം അല്ലേ. പക്ഷേ ഒറ്റ സംശയമുള്ളൂ, ഇത്രയും മോശപ്പെട്ട ഭൂതകാലമുള്ള ഒരാൾ ഒരു സിനിമാ മേഖലയിൽ ഡ്രൈവറായിട്ട് പിന്നെയും പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ അത് ആ മേഖലയിൽ പല കാര്യങ്ങളും നമ്മൾ പുറത്തു പറയാത്തതും അവർ പുറത്തു പറയാത്തതും ഒക്കെ ഉണ്ടല്ലോ. ഇത് പണ്ട് തിക്കുറിശി സുകുമാരൻ നായരോ മറ്റോ പറഞ്ഞിട്ടുള്ള ഒരു വാചകമാണ് ഓർമ്മ വന്നിരുന്നത്. ഇത് ഗന്ധർവന്മാരുടെയും അപ്സരസുകളുടെയും ലോകമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.